ആ കുട്ടിക്ക് ആക്ച്വലി ആംബുലൻസിന്റെ ആവശ്യമില്ല. വീട്ടിൽ ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗിയാ അത്ര ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ നമ്മൾ പ്രസ്തുത ദാതാവ് LF അങ്കമാലിയിലെ ബ്രെയിൻ ഡെഡ് പേഷ്യന്റ് ആണ്. അപ്പൊ അവിടുന്ന് നമ്മൾ ഓർഗൻ എടുക്കുന്ന ശസ്ത്രക്രിയ 9:30 ശേഷമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 9:30 ശേഷം ചെയ്യുന്ന ശസ്ത്രക്രിയക്ക് ഓർഗൻ ചെയ്യുമ്പോൾ ഒരു 11:30, 12 അല്ലെങ്കിൽ 12 മണിയോളം ആവും. അതിനു മുമ്പ് ഈ കുട്ടിയുടെ പ്രാഥമിക പരിശോധനകളും മാച്ചിങ് എന്നൊരു ടെസ്റ്റും കൂടെ ഉണ്ട്. അതായത് രണ്ടുപേരുടെ ടിഷ്യൂ മാച്ചിങ് കൂടെ ചെയ്ത് അത് അനുയോജ്യമാണെങ്കിൽ, മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ ശസ്ത്രക്രിയ ആരംഭിക്കാം. അതിന് ഉള്ള സാവകാശം ഉണ്ട് ഇപ്പൊ തന്നെ. അതുകൊണ്ട് അതൊരു അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതൊരു പിന്നെ ഈ കുട്ടി നമ്മൾ ലിസി ആശുപത്രിയുടെ ചികിത്സയിൽ വർഷങ്ങളായിട്ടുള്ളതാണ്. അവർക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ഓൾറെഡി ഇവാലുവേറ്റഡ് ആണ്. ഇടയ്ക്ക് അവയവത്തിന്റെ ലഭ്യത കുറവായതുകൊണ്ട് അവർ കുറച്ച് ശ്രീചിത്രയിലോട്ട് വന്നതാണ്. പിന്നെ തിരിച്ച് ലിസി ആശുപത്രിയിലേക്ക് തന്നെ അതിന്റെ രജിസ്ട്രേഷൻ മാറ്റി അവിടെയാണ് അവയവത്തിനായി കാത്തിരിക്കുന്നത്. അതായത് ഈ ശസ്ത്രക്രിയ അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ അവയവം 12 മണിയോടെ ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നാണ് അറിയുന്നത്. പരിശോധനകളൊക്കെ വിജയകരമാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ശസ്ത്രക്രിയ ഉണ്ടാകും അല്ലേ? ഉണ്ടാവും. അതെ. ഇനി എങ്ങനെയാകും അതിന് ശേഷമുള്ള ഈ കുട്ടിയുടെ ഒരു പരിചരണമൊക്കെ? അതൊരു ദീർഘനാൾ ലൈഫ് ലോങ് നമ്മൾ തിരസ്കരിക്കാതിരിക്കേണ്ട മരുന്ന് കഴിക്കേണ്ടി വരും. ആദ്യത്തെ ഒരു 2-3 മാസം കാർഡിയാക് റീഹാബിലിറ്റേഷൻ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ എല്ലാവരുടെ റീഹാബിലിറ്റേഷൻ ഉണ്ട്. അതൊരു വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അണുബാധയൊന്നും വരാതെ, അണുബാധേനേക്കാളും ഏറ്റവും നമ്മുടെ അവയവം തിരസ്കരിക്കുന്ന റിജക്ഷൻ എന്ന് പറയും, അതൊഴിവാക്കാനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ നമുക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കുട്ടിക്ക് ഒരു ബാരിയർ നഴ്സിംഗ് കൊടുത്ത് ഒരു 2-3 മാസം കൊണ്ട് ഒരു റീഹാബിലിറ്റേഷൻ ചെയ്ത് പിന്നെ ആ കുട്ടിയെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു പോകും. പക്ഷെ നോർമൽ ലൈഫിൽ പോയാലും ദീർഘനാള് നമ്മുടെ അവയവം തിരസ്കരിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.